Years. Today we are discussing exercise 6.2 fourth question. Okay, fourth question ഇതാണ്. In the figure PQ parallel to ST. PQ എന്ന് പറയുന്നത് STക്ക് പാരലൽ ആണ്. നോക്കിക്കേ, PQയും STയും നോക്കി, ഇത് രണ്ടും പാരലൽ ആയിട്ട് പോകുന്ന ലൈൻസ് ആണ്. PQ ST പാരലൽ. ആൻഡ് ആംഗിൾ RST എന്ന് പറയുന്നത് 130 ഡിഗ്രി ആണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഫൈൻഡ് QRS. നമുക്ക് ആംഗിൾ QRS ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഉള്ളത്. QRS കണ്ടുപിടിക്കണം. നമുക്ക് അതിനായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, ഒരു ഹിന്റ് തന്നിട്ടുണ്ട്. ഡ്രോ എ ലൈൻ പാരലൽ ടു ST ത്രൂ പോയിന്റ് R. അതായത് ഈ ST എന്ന് പറയുന്ന ലൈന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. ഏത് പോയിന്റിൽ കൂടി? യെസ്, R എന്ന് പറയുന്ന പോയിന്റിൽ കൂടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പാരലൽ ആയിട്ട് STക്ക് പാരലൽ ആയിട്ട് നമുക്കൊരു ലൈൻ വരയ്ക്കാം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കാം. അത് R എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ വരച്ചോളാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ R എന്ന് പറയുന്ന പോയിന്റിൽ കൂടി നമ്മളൊരു ലൈൻ പാരലൽ വരച്ചു, STക്ക് പാരലൽ ആയിട്ട്. ഓക്കെ, അതാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് നമുക്ക് അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കിക്കേ, നമുക്കിവിടെ QRS ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി നോക്കിയേ, ഇവിടെ രണ്ട് ST പാരലൽ ആണ് RU അല്ലെ. നമ്മൾ STക്ക് പാരലൽ ആയിട്ട് നമ്മൾ ഒരു ലൈൻ വരച്ചു, RU എന്ന് പറയുന്ന ഒരു ലൈൻ വരച്ചു. അപ്പൊ നോക്കി, അവിടെ നമുക്കൊരു ട്രാൻസ്വേഴ്സൽ കിടപ്പുണ്ട് അല്ലെ. അവിടെ നമുക്കൊരു ട്രാൻസ്വേഴ്സൽ ലൈൻ കാണാം. ദാറ്റ് ഈസ് SR എന്ന് പറയുന്നത് ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ ആണ് അല്ലെ. STക്ക് പാരലൽ ആണ് RU എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്കറിയാം, ഇവിടെ ഇത് രണ്ടും കോ ഇന്റീരിയർ ആംഗിൾസ് ആണ് അല്ലെ. അതായത് ഇവിടെ രണ്ട് പാരലൽ ലൈൻസിന്റെ ഒരേ സൈഡിൽ കിടക്കുന്നതാണ് ഈ രണ്ട് ആംഗിൾസ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കോ ഇന്റീരിയർ ആംഗിൾസിന്റെ സം എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. യെസ്, 180 ഡിഗ്രി ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. കോ ഇന്റീരിയർ ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആണ്. അപ്പൊ ഇത് 130 ആണെങ്കിൽ ഇതാണ് നമ്മുടെ കോ ഇന്റീരിയർ വരുന്നത്. ഇവർ രണ്ടുപേരുമാണ്, എസും ആറും ആണ് കോ ഇന്റീരിയർ വരുന്നത്. അപ്പൊ അവരുടെ രണ്ടുപേരുടെ സമ്മ 180 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് SRU കണ്ടുപിടിക്കാൻ 180 മൈനസ് 130 ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് അവർ തന്നിരിക്കുന്ന എഴുതാം. ഇവിടെ നമുക്ക് ST എന്ന് പറയുന്നത് പാരലൽ ടു RU ആണ്. STയും RUവും പാരലൽ ആണ്. അതിനകത്ത് ഒരു ട്രാൻസ്വേഴ്സൽ വന്നിട്ടുണ്ട്. അതിന്റെ ട്രാൻസ്വേഴ്സൽ, അവിടെ നമുക്കൊരു ട്രാൻസ്വേഴ്സൽ ലൈൻ കാണാം. RS എന്ന് പറയുന്ന ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ ഉണ്ട് അല്ലെ. അപ്പൊ അവിടെ ഫോം ചെയ്യുന്ന TSRും SRUവും കോ ഇന്റീരിയർ ആംഗിൾസ് ആണ്. അതായത് ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ആണ്. അപ്പൊ നമുക്ക് എഴുതാം ആംഗിൾ TSR പ്ലസ് ആംഗിൾ SRU എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആണ്. കാരണം അവർ കോ ഇന്റീരിയർ ആംഗിൾസ് ആണ്. കോ ഇന്റീരിയർ ആംഗിൾസ് സപ്ലിമെന്ററി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു കണ്ടീഷൻ വെച്ച് നമുക്കിത് 180 ഡിഗ്രി ആണെന്ന് പറയാം. ഇനി TSR നമുക്കറിയാം 130 ഡിഗ്രി തന്നിട്ടുണ്ട്. പ്ലസ് ആംഗിൾ SRU ഈക്വൽ ടു 180 ഡിഗ്രി. നമുക്ക് ആംഗിൾ SRU കണ്ടുപിടിക്കാൻ 180 മൈനസ് 130 ഡിഗ്രി ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. അപ്പൊ നോക്കി, ഇവിടെ നമുക്കത് 50 ഡിഗ്രി എന്ന് കിട്ടി. ക്ലിയർ ആയല്ലോ? STയും RUവും പാരലൽ ആണ്. അവിടെ നമുക്ക് ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ വന്നു. അപ്പൊ നമുക്ക് കിട്ടിയ കോ ഇന്റീരിയർ ആംഗിൾസ് ആണ് ഈ എസും ആറും. കോ ഇന്റീരിയർ ആംഗിളിന്റെ സമ്മ 180 ഡിഗ്രി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഈ R കണ്ടുപിടിക്കാൻ 180 നിന്ന് 130 നമ്മൾ സബ്ട്രാക്ട് ചെയ്തു, 50 ഡിഗ്രി കിട്ടി അല്ലെ. ഇനി നമുക്ക് QRS ആണ് നമുക്ക് ശരിക്കും കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അതിനായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ PQവും STയും പാരലൽ ആണ്. PQവും STയും പാരലൽ ആണ്. അവിടെ വരുന്ന ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ എന്ന് പറയുന്നതാണ് ഈ QR എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് വരയ്ക്കാം, അത് സെപ്പറേറ്റ് വരച്ചു നോക്കാം. STയും PQവും പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്.
അവിടെ വന്നിരിക്കുന്ന ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ ആണ് ഈ കിടക്കുന്നത് ഇത് അല്ലെ, ക്യു ആർ എന്ന് പറയുന്ന അവിടുത്തെ ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ ആണ്. ഓക്കെ, അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കാം, നോക്കിക്കേ, പി ക്യൂവും എസ് ടി നിങ്ങൾ നോക്കണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് ലൈൻസ് നോക്കാം അല്ലെ. ഇവിടെ പി ക്യു ആറും ഇവിടെ ഒരു പാരലൽ ലൈൻ ഇങ്ങനെ പോകുന്നതാണിത്. ഇവിടെ ഇത് രണ്ടും നോക്കിക്കേ, ഇതൊരു പാരലൽ ലൈൻ ആണ്, ഇവിടെ വന്നിരിക്കുന്ന ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ ആണ്. ഈ രണ്ട് ആംഗിൾസ് നിങ്ങൾ നോക്കി എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ നോക്കിക്കേ. ഈ രണ്ട് ആംഗിൾസ് ഇങ്ങനെ കിടക്കുന്ന ആംഗിൾസില് ഇവർ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? യെസ്, അവർ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് സെയിം ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇത് 110 ഡിഗ്രി ആണ്, ഇതും എത്ര തന്നെയായിരിക്കും? 110 ഡിഗ്രി ആണ്, കാരണം ഇത് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. പക്ഷെ ഇതിന്റെ ഇടയ്ക്കൂടെ നമുക്കൊരു ആംഗിൾ പോയിട്ടുണ്ട് അല്ലെ. ആ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് 50 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു പോർഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഇത് 110 നമ്മൾ 50 സബ്ട്രാക്ട് ചെയ്താൽ മതി, നമുക്ക് 60 ഡിഗ്രി എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പം ആ ഒരു രീതിയിലാണ് നമ്മൾ QRS കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് QRS എങ്ങനെയാണ് കണ്ടുപിടിക്കണം നോക്കാം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, നമുക്ക് എഴുതാം ആംഗിൾ PQR ആംഗിൾ PQR എന്ന് പറയുന്നതും QRU എന്ന് പറയുന്നതും 110 ഡിഗ്രി ആണ്, കാരണം അവർ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആണ്. ആംഗിൾ PQR ഈക്വൽ ടു ആംഗിൾ QRU ഈക്വൽ ടു 110 ഡിഗ്രി. ദേ ആർ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെന്ന്. ഈ QRU എന്ന് പറയുന്ന ഒരു ആംഗിളിനകത്ത് നമുക്ക് രണ്ട് ആംഗിൾസ് ഉണ്ട്, ആംഗിൾ QRS ഉണ്ട്, ആംഗിൾ SRU ഉണ്ട് അല്ലെ. ഇനി QRU നമുക്കറിയാം എത്രയാണെന്നുള്ളത് 110 ഡിഗ്രി ആണ്, ഈക്വൽ ടു 110 ഡിഗ്രി ഈക്വൽ ടു QRS നമുക്കറിയാം. QRS ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. SRU നമുക്കറിയാം 50 ഡിഗ്രി ആണ്, സോറി 50 അല്ല 50 ഡിഗ്രി ആണ്. ഓക്കെ, ഇനി നമുക്ക് QRS ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. QRS കണ്ടുപിടിക്കുന്നത് ഈ 50 നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ ആംഗിൾ QRS ഈക്വൽ ടു 110 മൈനസ് 50 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പൊ ആംഗിൾ QRS ഈക്വൽ ടു നമുക്ക് 60 ഡിഗ്രി എന്ന് കിട്ടി. ക്ലിയർ ആവുന്നുണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സെപ്പറേറ്റ് ഒന്ന് എടുത്ത് വരച്ച് നോക്കിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആവും. ഇവിടെ നിങ്ങൾ PQവും ഈ RU എന്ന് പറയുന്ന ലൈൻ നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ വന്നിട്ടുണ്ട്, ഇതും ഈക്വൽ ആണ്, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആണ്. അപ്പൊ അത് രണ്ടും ഈക്വൽ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ഒരു പോർഷൻ 50 അറിയാം, ഈ QRS കണ്ടുപിടിക്കാൻ നമ്മൾ 110 നിന്ന് 50 സബ്ട്രാക്ട് ചെയ്യുന്നു, അങ്ങനെ നമുക്ക് 60 ഡിഗ്രി എന്ന് കിട്ടുന്നു. ഓക്കെ, ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിക്കേ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ ദ ഫിഗർ AB പാരലൽ ടു CD, AB എന്ന് പറയുന്ന CDക്ക് പാരലൽ ആണ്. ആംഗിൾ APQ ഈക്വൽ ടു 50 ഡിഗ്രി. നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ട് ആംഗിൾ APQ 50 ഡിഗ്രി ആണ് തന്നിരിക്കുന്നു. അതുപോലെ തന്നെ ആംഗിൾ PRD ഈക്വൽ ടു 127 ഡിഗ്രി എന്നും നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. APQ നിങ്ങൾ കണ്ടു കാണും, APQ PRD ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത്. നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കണം അല്ലെ. ഈ എക്സും വൈയും കിടക്കണം നോക്കി, ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് നമുക്ക് എക്സ് എന്ന് പറയുന്ന ആംഗിളും വൈ എന്ന് പറയുന്നത് കിടക്കുന്നത് അല്ലെ. അപ്പൊ നോക്കിയാൽ നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്ക് ആദ്യം നോക്കിയാൽ നമുക്ക് തന്നിരിക്കുന്നത് ആംഗിൾ APQ 50 ഡിഗ്രിയും തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് AB പാരലൽ ടു CD എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ AB പാരലൽ ടു CD വന്നിരിക്കുന്ന ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ ആണ് PQ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നോക്കി അറിയാം അല്ലെ, PQ എന്ന് പറയുന്ന ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ ആണ്. അപ്പൊ ഇവിടെ ഈ APQ എന്ന് പറയുന്നതും PQD എന്ന് പറയുന്നതും ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ് അല്ലെ. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പം ഇത് 50 ഡിഗ്രി ആണെങ്കിൽ
നമുക്ക് ഇവിടെ കിടക്കുന്ന എക്സ് എന്ന് പറഞ്ഞാലും എത്ര ഡിഗ്രി എന്ന് എഴുതാൻ പറ്റും? യെസ്, 50 ഡിഗ്രി എന്ന് എഴുതാം. വാട്ട് ഈസ് ദ റീസൺ? യെസ്, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. അപ്പൊ നമുക്കത് എഴുതാം. എ ബി എന്ന് പറയുന്നത് സി ഡിക്ക് പാരലൽ ആണ്. ആൻഡ് ട്രാൻസ്വേഴ്സൽ, അവിടെ വന്നിരിക്കുന്ന ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ ആണ് പി ക്യു എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് പറയാം ആംഗിൾ എ പി ക്യു ഈക്വൽ ടു ആംഗിൾ പി ക്യു ആർ എന്ന് എഴുതാം. കാരണം ഇവര് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെന്ന്. therefore ആംഗിൾ എ പി ക്യു എന്ന് പറഞ്ഞാല് 50 ഡിഗ്രി ആണ്. നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. സോ എക്സ് ഈക്വൽ ടു 50 ഡിഗ്രി. എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പി ക്യു ആർ തന്നെയാണ്. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ചു, നമ്മുടെ എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് y കണ്ടുപിടിക്കണം. y കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് നോക്കാം. ഈ സി ഡി എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനിൽ വന്നിരിക്കുന്ന ഒരു റേ ആണ് പി ആർ എന്ന് പറയുന്നത് അല്ലെ. സി ഡി എന്ന് പറയുന്ന ലൈനിൽ വന്നിരിക്കുന്നതാണ് പി ആർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇവിടെ വരുന്ന ഈ രണ്ട് ആംഗിൾസ് ലീനിയർ പെയർ ആണ് അല്ലെ. ലീനിയർ പെയർ ആണ്. അപ്പൊ ഇത് 127 ഡിഗ്രി എന്ന് നമ്മുടെ അടുത്ത് തന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ പി ആർ ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് 180യിൽ നിന്ന് 127 മൈനസ് ചെയ്താൽ മതി അല്ലെ. നിങ്ങൾ നോക്കിക്കേ, അതായത് സി ഡി എന്ന് പറയുന്ന ലൈനിൽ വന്നിരിക്കുന്നതാണ് പി ആർ എന്ന് പറയുന്ന റേ. അവിടെ നമുക്ക് ഫോം ചെയ്യും ഒരു ലീനിയർ പെയർ. അപ്പൊ ഇവിടെ 127 ആണെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ 180യിൽ നിന്ന് 127 മൈനസ് ചെയ്യണം. അപ്പൊ നമുക്കതൊന്ന് എഴുതാം. ആംഗിൾ പി ആർ ഡി പ്ലസ് ആംഗിൾ പി ആർ ക്യൂ ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. റീസൺ എന്താണെന്ന് വെച്ചാൽ അവര് ലീനിയർ പെയർ ആണ് അല്ലെ. അവര് ലീനിയർ പെയർ ആണ്. അപ്പൊ നമുക്ക് ആംഗിൾ പി ആർ ഡി നമുക്കറിയാം 127 ഡിഗ്രി ആണ്. പ്ലസ് ആംഗിൾ പി ആർ ക്യൂ ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്ക് ആംഗിൾ പി ആർ ക്യൂ കണ്ടുപിടിക്കാം. ആംഗിൾ പി ആർ ക്യൂ കണ്ടുപിടിക്കാനായിട്ട് 180യിൽ നിന്ന് 127 നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. 180യിൽ നിന്ന് 127 സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് 53 ഡിഗ്രി എന്ന് കിട്ടി. അപ്പൊ നോക്കി, നമുക്ക് ഈ ഒരു പോർഷൻ കിട്ടി അല്ലെ. ഇത് നമുക്ക് 53 ഡിഗ്രി എന്ന് കിട്ടി. ഇത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു എക്സ് 50 എന്ന് അല്ലെ. ഇത് നോക്കിയേ, ഇതൊരു ട്രയാങ്കിൾ പി ക്യു ആർ ആണ് അല്ലെ. ട്രയാങ്കിൾ പി ക്യു ആറിലെ ആംഗിൾ സം പ്രോപ്പർട്ടി നമുക്കറിയാം. മൂന്ന് ആംഗിൾസിന്റെയും കൂടെ സം എത്ര ഡിഗ്രി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. യെസ്, 180 ഡിഗ്രി ആണ് അല്ലെ. അതായത് പി പ്ലസ് ക്യൂ പ്ലസ് ആർ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. അതായത് ഇവിടെ y പ്ലസ് എക്സ് പ്ലസ് 53 എന്ന് പറയുന്നത് 180 ആണ്. എക്സും നമുക്കറിയാം 50 ഡിഗ്രി എന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അത് എഴുതാം. ഇൻ ട്രയാങ്കിൾ പി ക്യു ആർ, അതായത് നമ്മളിപ്പോ കൺസിഡർ ചെയ്തിരിക്കുന്ന പി ക്യു ആർ എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ആണ്. അതിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ ആർ ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ സം പ്രോപ്പർട്ടി കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ. ഓക്കെ, അപ്പൊ നമുക്കത് മൂന്നും 180 ഡിഗ്രി എന്ന് പറയാം. ഇനി നമുക്ക് പിയുടെ വാല്യൂ നമുക്ക് അറിയില്ല, അത് നമ്മൾ y ആണ്. ക്യൂ നമുക്കറിയാം 50 ഡിഗ്രി ആണ്. ആർ നമുക്കറിയാം 53 ഡിഗ്രി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പൊ നമുക്ക് 50 പ്ലസ് 53 നമുക്കറിയാം 103 ആണ് അല്ലെ. അപ്പൊ y പ്ലസ് 103 ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി അല്ലെ. y പ്ലസ് 103 ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി നമുക്ക് y കണ്ടുപിടിക്കണം. y കണ്ടുപിടിക്കാൻ നമുക്ക് 180യിൽ നിന്ന് 103 സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് y ഈക്വൽ ടു 77 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, y ഈക്വൽ ടു 77 ഡിഗ്രി. ഓക്കെ, ക്ലിയർ ആയോ? എക്സ് നമ്മൾ കണ്ടുപിടിച്ചു 50 ഡിഗ്രി എന്ന് കണ്ടുപിടിച്ച് വെച്ചിരുന്നു. ഇപ്പൊ നമ്മൾ വൈയും കണ്ടുപിടിച്ചു, y ഈക്വൽ ടു 70 ഡിഗ്രി. ഓക്കെ, എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നോക്കിയേ, PQ and RS are two mirrors
പ്ലേസ് പാരലൽ ടു ഈച്ച് അതർ. അതായത് ഇവിടെ പി ക്യു എന്ന് പറയുന്നതും ആർ എസ് എന്ന് പറയുന്നതും രണ്ട് മിറേഴ്സ് ആണ്, രണ്ട് മിറർ ആണ്. അത് പാരലൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പി ക്യു ആൻഡ് ആർ എസ് ആർ ടു മിറേഴ്സ് വിച്ച് ആർ പാരലൽ ടു ഈച്ച് അതർ. പി ക്യു എന്ന് പറയുന്ന മിററും ആർ എസ് എന്ന് പറയുന്ന മിററും രണ്ടുപേരും പാരലൽ ആണ്. ഓക്കെ. ആൻഡ് ഇൻസിഡന്റ് റേ എ ബി സ്ട്രൈക്സ് പി ക്യു അറ്റ് ബി. നിങ്ങൾ ഫിസിക്സിനകത്ത് പഠിച്ചിട്ടുണ്ട്. ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും ഒക്കെ നിങ്ങൾ പഠിച്ചതാണ് അല്ലെ. അപ്പൊ ഇവിടെ എ ബി എന്ന് പറയുന്ന ഒരു ഇൻസിഡന്റ് റേ ആണ്. ഈ ഇൻസിഡന്റ് റേ സ്ട്രൈക്ക് ചെയ്യുന്നു പി ക്യു എന്ന് പറയുന്ന മിററില് ബി എന്ന് പറയുന്ന പോയിന്റിലാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. ഓക്കെ. പി ക്യുവും ആർ എസും രണ്ട് മിറേഴ്സ് ആണ്. ഈ എ ബി എന്ന് പറയുന്ന ഇൻസിഡന്റ് റേ പി ക്യു എന്ന് പറയുന്ന മിററില് ബി എന്ന് പറയുന്ന പോയിന്റിലായപ്പം ബി എന്ന് പറയുന്ന പോയിന്റിൽ സ്ട്രൈക്ക് ചെയ്തു. ഓക്കെ. then and the reflected ray moves along the path BC. അപ്പൊ നമുക്കറിയാം ഇൻസിഡന്റ് റേ ഇവിടെ വന്ന് തട്ടി ഇവിടുന്ന് ഇത് റിഫ്ലക്ട് ചെയ്തു അല്ലെ. ഇൻസിഡന്റ് റേ ആണ് എ ബി, അതിന്റെ റിഫ്ലക്ഷൻ ആണ് ബി സി എന്ന് പറയുന്നത്. ഓക്കെ. and the reflected ray moves along the path BC strikes RS at C. അതായത് എ ബി എന്ന് പറയുന്ന ഇൻസിഡന്റ് റേ സ്ട്രൈക്ക് ചെയ്യുന്നു പി ക്യു എന്ന് പറയുന്ന ലൈനില് ബി എന്ന് പറയുന്ന പോയിന്റിലാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. അവിടുന്ന് അത് റിഫ്ലക്ട് ചെയ്തു ബി സി. ഈ ബി സി എന്ന് പറയുന്നത് ആർ എസ് എന്ന് പറയുന്ന മിററില് സി എന്ന് പറയുന്ന പോയിന്റിൽ സ്ട്രൈക്ക് ചെയ്തു. Then and again reflects back along CD. വീണ്ടും അത് സിയിൽ നിന്ന് വീണ്ടും അത് റിഫ്ലക്ട് ചെയ്തു സി ഡി എന്ന് പറയുന്ന ലൈനിലേക്ക് പോയേക്കുന്നു. ഓക്കെ. ക്ലിയർ ആയല്ലോ ക്വസ്റ്റ്യൻ എന്താന്നുള്ളത്. ഇവിടെ നമുക്ക് പി ക്യു ആർ എസ് എന്ന് പറയുന്ന രണ്ട് മിറേഴ്സ് ആണ് തന്നിരിക്കുന്നത്. എ ബി എന്ന് പറയുന്ന ഒരു ഇൻസിഡന്റ് റേ പി ക്യു എന്ന് പറയുന്ന ലൈനിൽ സ്ട്രൈക്ക് ചെയ്തു. അവിടുന്ന് അത് റിഫ്ലക്ട് ചെയ്തു ബി സി. അത് ആർ എസ് എന്ന് പറയുന്ന ലൈൻ മിററില് സി എന്ന് പറയുന്ന പോയിന്റിൽ സ്ട്രൈക്ക് ചെയ്യുന്നു. വീണ്ടും അത് റിഫ്ലക്ട് ചെയ്തു സി ഡി എന്ന് പറയുന്ന ലൈനിലേക്ക് മൂവ്സ് അലോങ് ബാക്ക് സി ഡി. ഓക്കെ. ക്ലിയർ ആയാലും ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റിനകത്ത് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ള പ്രൂവ് ദാറ്റ് എ ബി പാരലൽ ടു സി ഡി. അതായത് എ ബി എന്ന് പറയുന്ന ലൈനും സി ഡി എന്ന് പറയുന്ന ലൈനും പാരലൽ ആണ്. എ ബിയും സി ഡിയും പാരലൽ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം അത് പ്രൂവ് ചെയ്യണം. നമുക്കറിയാം രണ്ട് ലൈൻസ് പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ അതിന്റെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ലൈൻസ് പാരലൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ഇവിടെ എ ബിയും സി ഡിയും രണ്ട് ലൈൻസ് ആണ്. അവിടെ വന്നിരിക്കുന്ന ഒരു ട്രാൻസ്വേഴ്സൽ ആണ് ബി സി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഈ ആംഗിൾ എ ബി സിയും ആംഗിൾ ബി സി ഡിയും ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണല്ലോ. എ ബി സിയും ബി സി ഡിയും ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. അപ്പൊ നമുക്ക് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും എ ബിയും സി ഡിയും പാരലൽ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം അല്ലെ. അപ്പൊ അതിനായിട്ട് നമ്മള് ഇവിടെയുള്ള ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആയ ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ ബി സി ഡി എന്ന് നമുക്ക് കിട്ടിയാൽ നമുക്ക് പറയാൻ പറ്റും എ ബിയും സി ഡിയും പാരലൽ ആണ് അല്ലെ. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ലൈൻസ് പാരലൽ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എ ബിയും സി ഡിയും പാരലൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഒരു ട്രാൻസ്വേഴ്സൽ വന്ന് ബി സി. അപ്പൊ ഇവിടെ വരുന്ന ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ. അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പാരലൽ ആണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ. അപ്പൊ നോക്കിയാൽ നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നത് യെസ് പി ക്യു പാരലൽ ടു ആർ എസ്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. പി ക്യു എന്ന് പറയുന്നത് ആർ എസിന് പാരലൽ ആണ് എന്ന് തന്നിട്ടുണ്ട് അല്ലെ. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത് ടു പ്രൂവ്. എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്? യെസ് എ ബി പാരലൽ ടു സി ഡി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ അതിനായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താ നമുക്കൊന്ന് എഴുതിയേക്കാം. ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ ബി സി ഡി. ഇത് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം എ ബി പാരലൽ ടു സി ഡി എന്നാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്
നമുക്കൊന്ന് ഐഡിയ കിട്ടാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പം എ ബി സിയും ബി സി ഡിയും ഈക്വൽ ആണെങ്കിൽ നമുക്കിത് പാരലൽ ആണ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ തെളിയിക്കേണ്ടത് ഇവർ രണ്ടുപേരും ഈക്വൽ ആണോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതിനായിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അഡീഷണൽ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ അവിടെ എഴുതണം. ഓക്കെ, അപ്പൊ അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് ബി എം എന്ന് പറയുന്നത്, അതായത് ബി എം, ബിയിൽ നിന്ന് എം എന്ന് പറയുന്ന ഒരു ലൈൻ വരയ്ക്കുന്നു പെർപെൻഡിക്കുലർ ടു പി ക്യു. അതായത് ഡ്രോ ബി എം പെർപെൻഡിക്കുലർ ടു പി ക്യു. അതായത് പി ക്യു എന്ന് പറയുന്ന ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ ബി എം വരച്ചു. അതുപോലെ തന്നെ ഇവിടെയും ഞാൻ സി എൻ എന്ന് പറയുന്ന ഒരു ലൈൻ വരയ്ക്കുന്നു, അത് ആർ എസിന് പെർപെൻഡിക്കുലർ ആയിട്ട്. അതുപോലെ തന്നെ സി എൻ പെർപെൻഡിക്കുലർ ടു ആർ. ഇത് ഞാൻ അഡീഷണൽ ആയിട്ട് ചെയ്യുന്നതാണ്. അഡീഷണൽ ആയിട്ട് ചെയ്തുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാതെ അല്ലെ ഇങ്ങനെ ഫില്ല് ഇതുപോലെ നമ്മൾ ലൈൻസ് വരച്ചിരിക്കുന്നത്. അപ്പൊ ഞാനിവിടെ അഡീഷണൽ ആയിട്ട് ചെയ്തിരിക്കുന്നു. ബി എം എന്ന് പറയുന്ന ഒരു ലൈൻ വരച്ചു, പി ക്യു എന്ന് പറയുന്ന ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് പി ക്യുവിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഞാൻ ബി എം വരച്ചേക്കുന്നത്. കാരണം അത് നമുക്കറിയാം, പെർപെൻഡിക്കുലർ ആയിട്ട് വന്നിരിക്കുന്നു, സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിരിക്കുന്നു, അത് പെർപെൻഡിക്കുലർ ആണ്. അതുപോലെ ഞാൻ ബി എൻ സി എസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് സി എന്നും ഞാൻ വരച്ചിരിക്കുന്നത്. ഓക്കെ, അത് ഞാൻ അഡീഷണൽ ആയിട്ട് ചെയ്തത് കൊണ്ട് ഞാനത് സെപ്പറേറ്റ് ഇവിടെ എഴുതി. ഡ്രോ ബി എം പെർപെൻഡിക്കുലർ ടു പി ക്യു ആൻഡ് സി എൻ പെർപെൻഡിക്കുലർ ടു ആർ എസ് എന്ന് എഴുതി. ഓക്കെ, ഇനി ഇത് ബി എമ്മും സി എന്നും ഞാൻ പെർപെൻഡിക്കുലർ, അതായത് ഈ രണ്ട് പാരലൽ ലൈൻസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചിരിക്കുന്നുണ്ട്. അതായത് ബി എം എന്ന് പറയുന്ന ലൈനും പി ക്യൂവിനാണ് പെർപെൻഡിക്കുലർ, സി എൻ ആർ എസിനാണ് പെർപെൻഡിക്കുലർ. പി ക്യൂവും ആർ എസും പാരലൽ ആണ്. അപ്പൊ ഞാൻ പാരലൽ ലൈൻസിലേക്ക് വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻസ് ആയതുകൊണ്ട് ഇവർ രണ്ടുപേരും പാരലൽ ആയിരിക്കും. അതായത് പാരലൽ ആയ രണ്ട് ലൈൻസിലാണ് ഞാൻ പെർപെൻഡിക്കുലർ വരച്ചിരിക്കുന്നതെങ്കിൽ ആ ഞാൻ വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻസും എങ്ങനെ തന്നെ ആയിരിക്കും? യെസ്, അവർ രണ്ടുപേരും പാരലൽ ആയിരിക്കും. അതായത് പാരലൽ ലൈനായ പി ക്യൂവിനും ആർ എസിനും ഞാൻ ഓരോ പെർപെൻഡിക്കുലർ വരച്ചു, അതുകൊണ്ട് ഈ വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻസും പാരലൽ ആണ്. അതുകൊണ്ട് എനിക്ക് എഴുതാം ബി എം പാരലൽ ടു സി എൻ എന്ന് എഴുതാം. റീസൺ എന്താണ്? പെർപെൻഡിക്കുലർ ഓൺ പാരലൽ ലൈൻസ് ആർ ഓൾസോ പാരലൽ. പെർപെൻഡിക്കുലർ ലൈൻസ് ഓൺ പാരലൽ ലൈൻസ് ആർ ഓൾസോ പാരലൽ. അതായത് പാരലൽ ആയിട്ട് ഇത് കിടക്കുന്ന രണ്ട് ലൈനിലാണ് ഞാൻ പെർപെൻഡിക്കുലർ വരച്ചിരിക്കുന്നത്, അതുകൊണ്ട് അവരും പാരലൽ ആണ്. അപ്പൊ എനിക്ക് ബി എം പാരലൽ ടു സി എന്ന് പഠിക്കാം. ഓക്കെ, ഇനി ഞാനപ്പം ഇവിടെ എനിക്കിപ്പോൾ ഇവിടെ ഞാനിവിടെ പെർപെൻഡിക്കുലർ വരച്ചപ്പോൾ എനിക്കിവിടെ രണ്ട് ആംഗിൾസ് കിട്ടി. ഞാൻ അതിന് പേര് കൊടുക്കുകയാണ്. ഇതിന് 1 എന്നും ഇതിന് ഞാൻ 2 എന്നും കൊടുത്തു, ഇത് 3 എന്നും കൊടുത്തു, ഇതിന് ഞാൻ 4 എന്നും കൊടുത്തു. ഓക്കെ, അപ്പൊ ഞാൻ പെർപെൻഡിക്കുലർ വരച്ചപ്പോൾ എനിക്ക് അവിടെ രണ്ട് ആംഗിൾസ് ഫോം ചെയ്തു. ആദ്യത്തേന് ഞാൻ 1, 2, 3, 4 എന്ന് ഞാൻ പേര് കൊടുത്തു. ഓക്കെ, ഇനി നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട് ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് നിങ്ങൾ ഫിസിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നതാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടാണ്. ലോസ് ഓഫ് റിഫ്ലക്ഷൻ നിങ്ങൾ പഠിച്ചതാണ് അല്ലെ. അപ്പൊ ഇവിടെ എന്റെ റിഫ്ലക്ഷൻ എന്റെ ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ആണ് ആംഗിൾ 1 എന്ന് പറയുന്നത്. അവിടുന്ന് റിഫ്ലക്ട് ചെയ്ത് പോയിരിക്കുന്നതാണ് 2. അപ്പം എനിക്ക് ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 എന്ന് എഴുതാം. കാരണം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ്. അതുപോലെ തന്നെ എനിക്ക് ഇവിടെയും എഴുതാൻ പറ്റും ആംഗിൾ 3യും ആംഗിൾ 4ഉം ഈക്വൽ ആണ്. അവിടെയും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ആ ലോ ഉപയോഗിച്ച് ആംഗിൾ 1 ഈക്വൽ ടു 2 എന്നും ആംഗിൾ 3 ഈക്വൽ ടു 4 എന്നും എനിക്ക് എഴുതാമല്ലോ. അപ്പൊ നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിരിക്കുന്ന രണ്ട് ലോയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആ ലോസ് ഓഫ് റിഫ്ലക്ഷൻ വെച്ച് എനിക്ക് അങ്ങനെ എഴുതാൻ പറ്റും. അപ്പൊ ഞാൻ എഴുതുകയാണ് ആംഗിൾ ഓഫ് 1 ഈക്വൽ ടു ആംഗിൾ 2, ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4. ഇത് എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ.
ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. നിങ്ങളുടെ ഫിസിക്സിൽ നിങ്ങൾ പഠിച്ചതാണ്, അല്ലെങ്കിൽ ഇത് ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആണ്, ലോസ് ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, ആ ഒരു ലോ വെച്ചാണ് ഞാനിത് എഴുതിയേക്കുന്നത്. ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2, ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4 എന്ന് ഞാൻ എഴുതി. ഓക്കെ, ഇനി ബി എമ്മും സി എന്നും പാരലൽ ആയതുകൊണ്ട് ബി എമ്മും സി എന്നും പാരലൽ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം അവിടെ ഉണ്ടായേക്കുന്ന ഒരു ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആണ് 2ഉം 3ഉം അല്ലെ. ആംഗിൾ 2ഉം ആംഗിൾ 3ഉം നമുക്കൊന്ന് സെപ്പറേറ്റ് വരച്ച് നോക്കാം. ബി എമ്മും സി എന്നുമാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, ബി എമ്മും സി എന്നും വരച്ച് ഇവിടെ എനിക്കൊരു ട്രാൻസ്വേഴ്സൽ ലൈൻ വന്നിട്ടുണ്ട്. ബി സി എന്ന് പറയുന്ന ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ വന്നു. അപ്പൊ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന ആംഗിൾസ് ആണ് ആംഗിൾ 2ഉം ആംഗിൾ 3ഉം അല്ലെ. ഇവ രണ്ടുപേരും നോക്കിയേ, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ് 2ഉം 3ഉം അല്ലെ. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റും ആംഗിൾ 2 ഈക്വൽ ടു ആംഗിൾ 3 എന്ന് എഴുതാം. ഇതിനെ രണ്ടിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്നും ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുത്തു. ഓക്കെ, ആംഗിൾ 1 ഈക്വൽ ടു 2, ആംഗിൾ 3 ഈക്വൽ ടു 4. ഇപ്പം എനിക്ക് കിട്ടി ആംഗിൾ 2 ഈക്വൽ ടു ആംഗിൾ 3 എന്ന് കിട്ടി. റീസൺ ബ്രാക്കറ്റിൽ എഴുതിക്കോണം, ബി എം പാരലൽ ടു സി എൻ ആണ്. അവിടെ വന്നിരിക്കുന്ന ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ ആണ് ബി സി. അപ്പൊ അവിടെ ഉണ്ടായിരിക്കുന്ന ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണ്. ഓക്കെ, ഇനി നിങ്ങൾ ഈ 1, 2 രണ്ട് ഇക്വേഷൻസ് നിങ്ങൾ നോക്കിയേ, ആംഗിൾ 1ഉം 2ഉം ഈക്വൽ ആണ് അല്ലെ. 2 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 ഈക്വൽ ടു ആംഗിൾ 3 എന്ന് എഴുതാം. ആംഗിൾ 3 എന്ന് പറഞ്ഞാൽ 4 എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവരെ 3 പേരെയും കൂടെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 ഈക്വൽ ടു ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4 എന്ന് എഴുതാം അല്ലെ. ഫ്രം 1 to ഫ്രം ഇക്വേഷൻ 1 and 2, അതായത് ഈ രണ്ട് ഇക്വേഷനും കൂടെ ഞാനൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റും ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 ഈക്വൽ ടു ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4 എന്ന് എഴുതാം അല്ലെ. ആംഗിൾ 1ഉം 2ഉം ഈക്വൽ ആണ്, 2ഉം 3ഉം ഈക്വൽ ആണ്, 3ഉം 4ഉം ഈക്വൽ ആണ്. അപ്പം 1 ഈക്വൽ ടു 2 എന്ന് എഴുതാം. 2 3 ആയതുകൊണ്ട് ആംഗിൾ 1 ഈക്വൽ ടു 2 ഈക്വൽ ടു 3 എന്ന് എഴുതാം. 3 എന്ന് പറഞ്ഞാൽ 4 ആയതുകൊണ്ട് ആംഗിൾ 4 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇവര് 3 പേരും ഇവര് ഈക്വൽ ആണ് നമ്മൾ എഴുതി. ഓക്കെ, ഇനി ഞാൻ ഈ രണ്ട് ആംഗിൾസ് ആഡ് ചെയ്യുകയാണ്. ആംഗിൾ 1ഉം 2ഉം ആഡ് ചെയ്യുന്നു. ഇവര് 3 പേരും എനിക്ക് ഈക്വൽ ആണ് അല്ലെ. അപ്പൊ ഒരാള് 10 ആണെങ്കിൽ ആംഗിൾ 1 10 ആണെങ്കിൽ ആംഗിൾ 2ഉം 10 ആണ്, 3ഉം 10 ആണ്, 4ഉം 10 ആണ് ആണല്ലോ. ഇവര് ഒരാള് 10 ആണെങ്കിൽ ബാക്കിയുള്ളവരും 10 തന്നെയാണ്. അപ്പൊ ഞാൻ ഈ ഫസ്റ്റ് കിടക്കുന്ന 2 പേരെ ആഡ് ചെയ്തു. 10 + 10 20 ആണ്. ലാസ്റ്റത്തെ 2 പേരെയും ആഡ് ചെയ്താലും എനിക്ക് എന്ത് തന്നെയായിരിക്കും, 20 തന്നെയാണ് കിട്ടുന്നത് അല്ലെ. അപ്പൊ ഫസ്റ്റ് 2 10 ആഡ് ചെയ്താലും ലാസ്റ്റത്തെ 2 10 ആഡ് ചെയ്താലും സെയിം ആണ്. അപ്പൊ ഞാനിവിടെ ആംഗിൾ 1ഉം 2ഉം കൂടെ ആഡ് ചെയ്യുന്നു. ആംഗിൾ 1 + 2 എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ആംഗിൾ 3 + 4 അല്ലെ. കാരണം ഇത് 10 ഇത് 10 ഇത് 10 ഇത് 10 ആണെങ്കിൽ ഇവ രണ്ടുപേരും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 20 ആണ്, ഇവർ രണ്ടുപേരും ആഡ് ചെയ്യുമ്പോഴും 20 ആണ്. അപ്പൊ അവർ രണ്ടുപേരും ഈക്വൽ ആണ്. അപ്പൊ എനിക്ക് എഴുതാൻ പറ്റും ആംഗിൾ 1 + ആംഗിൾ 2 ഈക്വൽ ടു ആംഗിൾ 3 + ആംഗിൾ 4 എന്ന് എഴുതാമല്ലോ. കാരണം ഇവര് 4 പേരും ഈക്വൽ ആണ്. 2 പേരെ ആഡ് ചെയ്താൽ കിട്ടുന്നത് തന്നെയാണ് അടുത്ത 2 പേരെ ആഡ് ചെയ്യുമ്പോഴും എനിക്ക് കിട്ടുന്നത് അല്ലെ. അപ്പൊ എനിക്ക് ഇവിടെ കിട്ടി ആംഗിൾ 1 + 2 ഈക്വൽ ടു ആംഗിൾ 3 + 4. ആംഗിൾ 1 + 2 എന്ന് പറഞ്ഞാൽ ആരാണ് നോക്കിക്കേ, ആംഗിൾ എ ബി സി ആണ് അല്ലെ. ആംഗിൾ 3 + 4 എന്ന് പറഞ്ഞാൽ ആംഗിൾ ബി സി ഡി ആണ്. അതാണ് നമ്മൾ തെളിയിക്കേണ്ടത് അല്ലെ. ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആംഗിൾ 1 + 2ന് പകരം ആംഗിൾ എ ബി സി എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 + 4 എന്ന് പറഞ്ഞാൽ ആംഗിൾ ബി സി ഡി ആണ് അല്ലെ. അപ്പൊ നമുക്ക് ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ ബി സി ഡി എന്ന് കിട്ടിയത് കൊണ്ട് therefore എ ബി പാരലൽ ടു സി ഡി എന്ന് എഴുതാം. അതുകൊണ്ട് എ ബി സി ഡിക്ക് പാരലൽ ആണ്. കാരണം ഇവർ രണ്ടുപേരും ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ് അല്ലെ.
ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ലൈൻസ് പാരലൽ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ കിട്ടി, അതുകൊണ്ട് ഈ രണ്ട് ലൈൻസ് പാരലൽ ആണ്. ക്ലിയർ ആയാലും ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇതിനകത്ത് ഒരുപാട് ലോസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആണ്. 1 = 2 ആണ്, 3 = 4 ആണ്. ആ ഒരു കണ്ടീഷൻ വെച്ച് മാത്രമാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ അല്ലെ. പിന്നെ നമ്മൾ BM ഉം CN ഉം പാരലൽ ആയതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന 2ഉം 3ഉം ഈക്വൽ ആണെന്ന് എഴുതി. ഇനി ഇവരെ 3 പേരെയും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മൾ ഈ 4 ആംഗിൾസും ഈക്വൽ ആണെന്ന് എഴുതി. അപ്പൊ ഫസ്റ്റ് 2 ആംഗിൾ ആഡ് ചെയ്താലും ലാസ്റ്റത്തെ 2 ആംഗിൾസ് ആഡ് ചെയ്താലും സെയിം ആണ്. ഫസ്റ്റ് 2 ആംഗിൾ 1+2 അതാണ് ABC. ലാസ്റ്റത്തെ 2 ആംഗിൾസ് ദാറ്റ് ഈസ് BCD അല്ലെ. അവർ രണ്ടുപേരും ഈക്വൽ ആണെന്ന് കിട്ടി. therefore AB പാരലൽ ടു CD. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ നമ്മുടെ ഈ എക്സസൈസ് കംപ്ലീറ്റ് ആയി. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ ഒരു ഇത്തിരി നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുള്ളൂ. ബാക്കിയെല്ലാം സിമ്പിൾ ആണ്. ഇത് പ്രൂഫാണ്. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഇത്തിരി പാടായിട്ടൊന്നുമില്ല. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇത് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ എളുപ്പമാണ്, ഈസിയാണ് അല്ലെ. അപ്പം നന്നായിട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.